എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗീതു ഗോവിന്ദ് ഉറങ്ങാൻ കിടക്കുമായിരുന്നു. ഈ സമയത്താണ് ഗീതു ഗോവിന്ദിനോടുള്ള സംശയം മൂലം രഞ്ജുവിന്റെ അടുത്തേക്ക് രാത്രി എഴുന്നേറ്റ് പോയാലെന്ന് കരുതി ഗീതുവിന്റെ കാലുകൾ തമ്മിൽ ബന്ധിച്ചു വെച്ചു. പിന്നീട് ഗീതു സുഖമായിട്ട് കിടക്കുവാണ്. ഗോവിന്ദന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഓ ഇങ്ങനെ നമ്മൾ അടുത്തടുത്ത് കിടക്കുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. എനിക്കിനിയിപ്പോ സന്തോഷത്തോടെ കിടന്നുറക്കാം, സമാധാനത്തോടെ കിടന്നുറങ്ങാം, ആരെയും പേടിക്കണ്ട. ഇനിയിപ്പൊ രഞ്ജുവിന്റെ അടുത്തേക്ക് നിങ്ങൾ എഴുന്നേറ്റ് പോവില്ലല്ലോ. ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് കണ്ണേട്ടാ. അത് ഇതുവരെയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്, എന്റെ പ്രണയത്തിന്റെ ആഴം എത്ര മാത്രമാണെന്ന്. അങ്ങനെ ഗീത നല്ല സുഖമായിട്ട് ഗോവിന്ദന്റെ അടുത്തേക്ക് ചേർന്ന് കിടന്ന് ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ്. പിന്നീട് കാണിക്കുന്ന അവർണികയുടെ അടുത്തേക്ക് നേരെ കിഷോർ വരുമായിരുന്നു. കിഷോർ കുറെ രാത്രിയായിട്ടാ വന്നേ, ബദ്ധനെ കണ്ടതിന് ശേഷമല്ലേ വന്നേ. അപ്പൊ അവർണ ഇങ്ങനെ കിഷോറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ കിഷോർ വന്നപ്പോ തന്നെ അവനോട് ചോദിച്ചു, അല്ല നീ ഇതുവരെയായിട്ടും കിടന്ന് ഉറങ്ങിയില്ലേന്ന് ചോദിക്കും. ഉറങ്ങാൻ പറ്റിയ മരുന്ന് തന്നിട്ടാണല്ലോ നിങ്ങളുടെ അടുത്ത് പോയെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അതെ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഫ്രണ്ടിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യേണ്ടതുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറയാം. അല്ല നിങ്ങൾ എത്ര സമയം എവിടെയായിരുന്നു? അത് ഞാൻ പറഞ്ഞില്ലേ അവർണിക, പിന്നെ എന്താ നിനക്ക് വിശ്വാസം വന്നില്ലേന്ന് ചോദിക്കുകയാണ്. ഓ നിങ്ങൾക്ക് ഇത്രമാത്രം കരുതൽ സ്നേഹം എന്നോടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പ്രഗ്നന്റ് ആന്ന് പറഞ്ഞിട്ട് പോലും ഒരു നല്ല വാക്ക് പോലും പറയാതെ നിങ്ങൾ ഇറങ്ങി ഓടിപ്പോയതല്ലേന്ന് ചോദിക്കും. അത് പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിന്നെ എടുത്തു പൊക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അത് ഈ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ. പക്ഷെ അങ്ങനെ എടുത്തു പൊക്കി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെ വേണ്ടേ നിന്നെ എടുത്തുകൊണ്ട് നടക്കാനെന്ന് പറയാം. ഈ സമയത്താണ് കിഷോറിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നേ. പെട്ടെന്ന് കിഷോർ അത് മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്യാണ്, വാഷ്റൂമിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവരുടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. വീണ്ടും വീണ്ടും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. ഇതാരാ പോയി ഈ സമയത്ത് ഇങ്ങനെ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവരുടെ ആ മെസ്സേജ് എടുത്ത് വായിക്കുകയാണ്. ആ മെസ്സേജ് അത്ര നല്ല മെസ്സേജ് ഒന്നും ആയിരുന്നില്ല, അത്രയ്ക്ക് വൃത്തികെട്ട മെസ്സേജസ് ഒക്കെ ആയിരുന്നു എഴുതി വെച്ചിരുന്നത്. പിന്നീട് എന്ത് ചെയ്യണം, കിഷോർ വാഷ്റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പത്തിന് അവരുടെ ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ്. അവൻ ചോദിച്ചു, കിച്ചു നീ എങ്ങോട്ടാന്ന് പോയത്, സത്യം പറയാന്ന്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അവരെ ഡ്രോപ്പ് ചെയ്താൻ പോതാ. അപ്പൊ ഈ മെസ്സേജ് ഒക്കെ ആരാ അയച്ചതെന്ന് ചോദിക്കുകയാണ്. മെസ്സേജോ? എന്ത് മെസ്സേജ്? ഇങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ ഫോണിലേക്കാണ്ട് കുറെ മെസ്സേജ് ഒക്കെ വന്നേക്കുന്നേ. ഓ ഇത് എനിക്ക് അറിയത്തില്ല ആരാ അയച്ചെന്ന്. ഇത് ചിലപ്പോൾ വല്ല ഫേക്ക് ഐ ഡിയിൽ നിന്ന് വരുന്ന മെസ്സേജ് ഒക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള മെസ്സേജ് നമ്മൾ വിശ്വസിക്കില്ലെന്ന് പറയാം. കിച്ചു എന്നോട് വെറുതെ കള്ളത്തരം പറയണ്ട കേട്ടോ എന്ന് പറയണം. ദേ അവനെ ഞാൻ പറഞ്ഞു കേട്ടോ, എനിക്കറിയില്ലെന്ന്, ഇനി ഇതിനെക്കുറിച്ച് ചോദിക്കില്ലെന്ന് പറയണം. അങ്ങനെ കിഷോർ ഇരിക്കണം. അപ്പൊ അവനേക്ക് തോന്നുന്നു ശരിയായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ചിലർ പറ്റിക്കാൻ വേണ്ടിയിട്ട് കാലും ഇങ്ങനെ അയക്കുന്നതായിരിക്കും. അങ്ങനെ ആയിരിക്കും എന്ന് ഓർത്ത് പിന്നീട് അവരിലേക്ക് പിന്നെ സന്തോഷമായി കുഴപ്പമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയത്ത് വീണ്ടും മെസ്സേജ് വന്നു. അവർണിക വീണ്ടും മെസ്സേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ തന്നെ കുറെ മെസ്സേജസ് വന്നേ. കിച്ചു ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഈ മെസ്സേജ് അയച്ച ഫേക്ക് ഐ ഡി എന്നൊന്നും അല്ല, നിനക്ക് നന്നായിട്ട് അറിയാവുന്ന ആരാ അയച്ച മെസ്സേജസ് ഇത് ആരാന്ന് സത്യം പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലെന്ന് പറയാം. കിഷോർ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ. ശരി നീ പറയണ്ട, ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം, എനിക്കറിയാൻ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞ് ആ നമ്പറിലേക്ക് അങ്ങോട്ട് വിളിക്കുകയാണ്. ഈ സമയത്ത് ഭദ്രൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്, ഇനിയിപ്പോൾ അടുത്ത എന്ത് മെസ്സേജ് ഇടുമെന്ന് ഓർത്തുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചേ. നോക്കിയപ്പം കിഷോറിന്റെ ആ ഫോണിൽ നിന്നാണ് വിളിക്കുന്നേ. ഓ കൊള്ളാം, തൻ്റെ മരുന്ന് ഏറ്റുപോയിട്ടാണെന്ന് തോന്നേ. പെട്ടെന്ന് ഭദ്രൻ എന്ത് ചെയ്യുക, കോൾ എടുത്തില്ല, കോൾ അങ്ങോട്ട് കട്ട് ചെയ്തു. പിന്നീട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുക, വീണ്ടും കോൾ അടിച്ചിട്ടിരിക്കുക. ഈ സമയം വിലാസിനെ അങ്ങോട്ട് കടന്നു വന്നു. വിലാസിനെ ചോദിച്ചു, എന്റെ മനുഷ്യ നിനക്ക് എന്നെ ചെവി കേട്ടൂടെ, തൊട്ടടുത്തിരുന്നിട്ട് ആ ഫോൺ അടിച്ചിട്ട് അതൊന്നും എടുക്കാൻ മേലെ നിൽക്കുക. എന്റെ വിലാസിനി ആ ഫോൺ നമുക്ക് എടുത്തുകൂടാ. ഫോൺ എടുക്കുന്നതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്, മെസ്സേജ് അയക്കുന്നതിന് അതിൻ്റെതായ സമയമുണ്ട്, എല്ലാം ആ സമയത്ത് തന്നെ നടക്കണം, അല്ല 500 കോടി വെള്ളത്തിലാവും എന്ന് പറയണം. നിനക്ക് എന്താ മനുഷ്യ പറഞ്ഞേ? അതെ ആ ഫോൺ എടുത്താൽ എൻ്റെ 500 കോടി വെള്ളത്തിലാവും എന്ന് പറയാം. നിങ്ങൾ കുടിച്ചിട്ടുണ്ട് സാധാരണ സമനില തെറ്റാറുള്ളൂ, ഇതുപോലെ എന്താ ഈ ഭ്രാന്ത് വർത്താനമൊക്കെ പറയണെന്ന് ചോദിക്കുകയാണ്. ഇത് ഭ്രാന്ത് വർത്താനമല്ല, ഉള്ളതാ. മനസ്സിലായി. ഇന്ന് ഏത് ബ്രാൻഡ് അടിച്ചിട്ട് വന്നത്? നീക്ക് ഇപ്പോഴും ഒരു ലെവലില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് വിലാസിനി. അത് നിനക്ക് ഇപ്പം മനസ്സിലാവില്ല, കുറച്ച് നാൾ കഴിയുമ്പം നിനക്ക് മനസ്സിലാവും. നിന്റെ ഈ ഭദ്രേട്ടനുണ്ടല്ലോ, നീ ആരാകാൻ പോകുന്ന നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും എന്ന് പറയാം. വിലാസിനിക്ക് മനസ്സിലായി ഇങ്ങേർക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. പിന്നെ കോൾ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർണയ്ക്ക് അങ്ങോട്ട് സങ്കടമായിപ്പോയി. അവനെ പറഞ്ഞു, കിട്ടോ എപ്പോഴെല്ലാം എൻ്റെ കൈ കിട്ടും കണ്ടോ, ഇനി എങ്ങാനും മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് അവനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കിടക്കുവാണ്. അതിനുശേഷം കാണിക്കുന്ന രാത്രിയിൽ ഈ രണ്ടുപേരും കാലൊക്കെ കൂട്ടിക്കെട്ടിയാണ് ഗോവിന്ദും ഗീതവും കൂടെ കിടന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പതുക്കെ അങ്ങ് എഴുന്നേക്കാൻ നോക്കണേ. രാവിലെ എഴുന്നേറ്റ് യോഗ ക്ലാസ്സിന് പോകണമല്ലോ. അങ്ങനെ എഴുന്നേറ്റ് അങ്ങോട്ട് പോകാൻ തുടങ്ങി. പെട്ടെന്ന് ഗീതു കണ്ടു തുറന്നു. ഇപ്പം തീമേ കാല്
തമ്മി ബന്ധിച്ചിരിക്കുക. കണ്ണേട്ടൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയ വീഴും. പെട്ടെന്ന് ഗീതു അങ്ങോട്ട് അഴിക്കാൻ ശ്രമിച്ചെങ്കിലും അഴിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തു. ഗോവിന്ദ് പതിവ് പോലെ അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോയതും വെട്ടിയിട്ട വാഴ പോലെ തിരിച്ച് ഗീതുവിന്റെ മേത്തേക്ക് വന്ന് വീഴുവാണ്. കാരണം കാലേ കെട്ടുള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്ന് ഗീതുവിന് മേത്തേക്ക് വീഴാതെ രണ്ട് കൈയും കുത്തി ഇങ്ങനെ ഗോവിന്ദും ഗീതുവിന് മേലെ ഇരിക്കുകയാണ്. ഈ സമയം ഗോവിന്ദ് ചോദിച്ചു, ഇല്ല ഗീത ചോദിച്ചു, എന്താ കണ്ണേട്ടാന്ന് ചോദിക്കും. എന്തോ എന്നെ പിടിച്ചു വലിച്ച പോലെയെന്ന് പറയണേ. ശരിയാ, എനിക്കൊരു ആകർഷണം തോന്നിയെന്ന് പറയാം. ഓ, ഇത് ആകർഷണമൊന്നും അല്ല, എന്റെ കാലയിൽ എന്തോ ഒരു കെട്ടുള്ള പോലെ, എന്തോ പിടിച്ചു വലിച്ച പോലെ. ആ ശരിയാ, എനിക്ക് ഫീൽ ചെയ്യുന്ന ഗീത് പറയാണ്. പെട്ടെന്ന് ഗോവിന്ദ് അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങണം. പക്ഷെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് രഞ്ജു കഥവും തള്ളി തുറന്ന് അങ്ങോട്ട് വരുന്നത്. സാധാരണ ഒരു റൂമിലേക്ക് വരുന്ന അരി മര്യാദയൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ല. അങ്ങനെ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് രഞ്ജു അങ്ങോട്ട് തുറന്നു വരുന്നത്. ഗോവിന്ദനെ യോഗ ചെയ്യാൻ വിളിക്കാനായിട്ട് വന്നാ. വരുമ്പോ കിടന്ന കാഴ്ചയോ ഗീതന്റെ മുകളിലേക്ക് കിടക്കുന്ന ഗോവിന്ദനെയാണ് കിടന്നത്. പെട്ടെന്ന് രഞ്ജുവിന് മുമ്പോട്ട് പോണോ അതോ ഇപ്പൊ പുറകോട്ട് പോകണമെന്നൊരു അവസ്ഥയായിപ്പോയി. രഞ്ജു ആകെപ്പാടെ ഒരു ചമ്മിപ്പോയി. പെട്ടെന്ന് ഗോവിന്ദം കണ്ടു രഞ്ജു നിൽക്കുന്നത്. അത് പിന്നെന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് കിടന്ന് വിൽക്കുവാണ്. അല്ല, ഞാനേ യോഗ ക്ലാസ്സിന് വിളിക്കാൻ വേണ്ടി വന്ന, സാരമില്ല ഞാൻ പൊക്കോളാന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് ഗീത് പറഞ്ഞു, ഈ കണ്ണേട്ടന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കുറേ സമയം കൂടെ രഞ്ജു അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഗോവിന്ദ്, എന്റെ കാലിൽ എന്തോ ഉടക്കിയിട്ടുണ്ട്. അപ്പൊ രഞ്ജു നോക്ക്, ശരിയാ ഷോള് ഉടക്കിയിട്ടുണ്ട്. അപ്പൊ കെട്ടിയതാണെന്നും അറിയത്തില്ലായിരുന്നു. ഷോൾ ഉടക്കിയേക്കുന്നതാന്ന് രഞ്ജുവിന് മനസ്സിലായി. പിന്നെ രഞ്ജു ഒരു ചെറിയൊരു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ച് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഗോവിന്ദ്, ഇത് എന്തോ ഇതെന്നാ ചോദിച്ചു കാലേല്. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗീത് എഴുന്നേറ്റ് പറഞ്ഞു, ഓ ഇത് ഷോൾ ഉടക്കിയതാ കണ്ടത്. നിന്റെ ഒരു ഷോള് കോപ്പെന്ന് പറഞ്ഞ് ഇത് അഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചിട്ട് അതങ്ങോട്ട് മാറ്റിയിട്ടിട്ട് അഴിച്ചിട്ടിട്ട് ഗോവിന്ദ് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഗോവിന്ദിന് ആ പാടം നാണക്കേടായിപ്പോയി. രഞ്ജു കണ്ടല്ലോ, ആ ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. ഗീതിന് സന്തോഷമായി. ഗീത് പറഞ്ഞു, എന്റെ ഷോളേ, ഇന്നലെ വരെ നിന്നെ വെറും ഷോളായിട്ടാ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നീ വെറും ഷോളല്ല, എന്റെ ജീവൻ രക്ഷിച്ച, എന്റെ മാനം രക്ഷിച്ച ഷോളാ. ആ രഞ്ജുവിനിട്ടൊരു പണി കൊടുത്തേ. ഇനി നിന്നെ എന്നും ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുമെന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ ഷോൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. ഈ സമയത്ത് വാഷ്റൂമിൽ പോയെന്ന് ഗോവിന്ദ് രഞ്ജുവിനോട് അല്ല ഗീതനോട് പറഞ്ഞു, അതെ ആ ഷോൾ ഇനി എന്റെ കണ്ണി കണ്ടേക്കില്ല, മര്യാദയ്ക്ക് അത് കത്തിച്ച് കളഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ, ആ ഞാൻ കത്തിച്ച് കളഞ്ഞേക്കാൻ കണ്ടേട്ടാന്ന് ഗീത സന്തോഷത്തോടെ പറയണേ. ഗീതുവിനെ അങ്ങോട്ട് സന്തോഷം അടക്കാൻ പറ്റിയില്ല. പിന്നീട് കാണിക്കുന്ന ഗോവിന്ദ് നേരെ യോഗ ചെയ്യാനായിട്ട് മുകളിലേക്ക് പോയിരുന്നു. ആ സമയത്ത് കൂടെ രഞ്ജു ഉണ്ടായിരുന്നു. അങ്ങനെ അവർ യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീതു അങ്ങോട്ട് ചെല്ലുന്നത്. കൊള്ളാം, രണ്ടുപേരും കൂടെ രാവിലെ പ്രാക്ടീസാണ്. പണി കൊടുക്കാൻ നിർത്തോണ്ട് ഒരു പായ എടുത്തോണ്ട് നേരെ ഗീതു അങ്ങോട്ട് ചെല്ലുവാണ്. എന്നിട്ട് ഗീതു അവിടെ ഇട്ടിട്ട് പറഞ്ഞു, ആ രണ്ടുപേരും തുടങ്ങിയെന്ന് ചോദിക്കും. ഗോവിന്ദ് പറഞ്ഞു, ഞാൻ കുറച്ച് അഭ്യാസങ്ങളൊക്കെ രഞ്ജുവിനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക, പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഓഹോ അങ്ങനെയാണല്ലേ, അല്ല എന്നെയും കൂടി ഇത് പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കുക. ഗീതു, വെറുതെ ഇതിനകത്ത് നീ കുളമാക്കാൻ വരണ്ടെന്ന് പറയാം. അതെന്താ, ഞാൻ ഭാര്യയല്ലേ എന്ന് ചോദിക്കുവാണ്. എനിക്ക് ഇവിടെ നിന്ന് പഠിക്കാനായിട്ടുള്ള അവകാശം ഇല്ലെന്ന് ചോദിക്കുക. രഞ്ജു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ പഠിക്കാൻ പറയണേ. രഞ്ജു പറഞ്ഞു, ഇങ്ങനെ കണ്ണേട്ടൻ കുറെ ആൾക്കാരെയൊക്കെ യോഗ പഠിപ്പിച്ചിട്ടുണ്ട്, അവർക്കിപ്പോൾ ഏത് നിലയിലാണോ എന്തെന്ന് പറയുകയും കൂടെ ചെയ്തു. രഞ്ജുവിന് അത് ഫീലായിപ്പോയി. രഞ്ജു ചാടിത്തുള്ളി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ. ഗോവിന്ദ്, നിനക്ക് എന്തിന്റെ കേടാ എന്റെ ഗീതു? നിനക്ക് അവളെ കാണുമ്പോൾ എല്ലാം ചൊറിഞ്ഞു വരുന്നുണ്ടോ? എപ്പോൾ കണ്ടാലും നിങ്ങൾ കീരിയും പാമ്പ് പോലെ നിൽക്കുന്നേ. അല്ല നിനക്ക് അറിയത്തില്ലാണ്ട്, എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുമെന്ന് പറയാം. കണ്ണേട്ടാ, അതെ അവൾ വെറും ഫ്രണ്ട് മാത്രമാണ്. പക്ഷെ ഞാനാരാ? കണ്ണേട്ടന്റെ ഭാര്യ. ആ സ്ഥാനം എനിക്ക് തരണമെന്ന് പറയാം. പിന്നെ സ്ഥാനം തന്നാലും മതി എന്ന് പറയാം. എനിക്കറിയാം നീയാണ് ആ കുഷോറിനുള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കിയെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ഒരു നിമിഷം അന്തം വിട്ടുപോയി. കണ്ണേട്ടൻ എന്താ പറഞ്ഞേ? എനിക്കറിയാവുന്നായിരുന്നു. പിന്നെ എന്താ രഞ്ജുനോട് പറയായിരുന്നേ? അത് പിന്നെ അവളുടെ മനസ്സ് വേദനിപ്പിക്കുക എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാം. എന്താ കണ്ണേട്ടാ പറഞ്ഞേ? എനിക്ക് നിന്നെപ്പോലെ തന്നെ പ്രിയപ്പെട്ടാണ് അവളെ. അവളുടെ മനസ്സ് വേദനിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല. അവൾ എനിക്ക് അത്ര പ്രിയപ്പെട്ടാന്ന് പറയാ. കണ്ണേട്ടൻ എന്തൊക്കെയായി പറയണേന്ന് ചോദിക്കുകയാണ്. അതെ, അവളിനി പ്രത്യേകിച്ച് ഈ വീട്ടിൽ നിന്ന് നീ പറഞ്ഞുകൊണ്ട് ആവശ്യമില്ല. അവൾ ഒരു ദിവസം ഈ വീട്ടിൽ നിന്ന് പൊക്കോളും. ആരോടും യാത്ര പറയാതൊരു പോക്കായിരിക്കും അതെന്ന് പറയാ. എന്തൊക്കെയോ ഗോവിന്ദ് മനസ്സിൽ കരുതിയിട്ടുള്ള പറച്ചിലായിരുന്നു അത്. ഈ സമയം ഗീതുവിനൊന്നും മനസ്സിലായില്ല. പിന്നീട് പറഞ്ഞു, പക്ഷെ നീ എനിക്ക് അതുപോലെ അല്ലല്ലോ, നീ എന്റെ ജീവിതത്തിലേന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് നിർത്തുവാണ്. എന്താ കണ്ണേട്ടാ, എന്താ ബാക്കിയും കൂടെ പറ, ഞാൻ കേൾക്കട്ടെ എന്ന് പറയാണ്. പെട്ടെന്ന് ഗോവിന്ദ് അറിയിച്ചു, വേണ്ട ഒന്നും പറയണ്ട. ഗോവിന്ദ് പറഞ്ഞു, അല്ല കുറച്ചാൾ കഴിയുമ്പോഴത്തേനും നിന്റെ സ്വപ്നങ്ങൾക്കായി നിന്നെ ഞാൻ അങ്ങോട്ട് വിട്ടേക്കും. നിനക്ക് നിന്റെ ജീവിതം അത് നിനക്ക് എങ്ങനെ വെള്ളം തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് പോവാണ്. ഒരു നിമിഷം ഗീതു തകർന്നു പോയി. ഗീതുവിന് മനസ്സിലായി കണ്ണേട്ടൻ തന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് തന്റെ മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതാണെന്ന കാര്യം ഗീതുവിന് മനസ്സിലായി. പിന്നീട് കാണിക്കുന്ന രേഖയുടെ അടുത്തേക്ക് നേരെ ഗീതു ചെല്ലുവാണ്. ഈ സമയത്ത് രേഖ അടുക്കളയിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഗീതുവിന് എന്ത് പറ്റി, മുഖം വല്ലാതിരിക്കണമെന്ന് ചോദിക്കും. ഓ വരുന്നേട്ട ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എത്ര സ്നേഹമില്ലാത്തനാന്ന് പറഞ്ഞാലും ഭർത്താവ് കൂടെ ഉള്ളതിന്റെ സന്തോഷം വേറെ അല്ലേന്ന് ചോദിക്കുകയാണ്. രേഖ പറഞ്ഞു, അത് ശരിയാ ഗീതു, പക്ഷെ എനിക്ക്
വരണ്ടേട്ടൻ ചെയ്ത തെറ്റ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയാം. നിന്റെ ജീവിതം എനിക്ക് അതിനേക്കാളും വലുത് നിന്റെ ജീവിതം എന്ന് പറയാം. ഗീതു പറഞ്ഞു എന്റെ ജീവിതത്തിന് ഇപ്പൊ എന്താ കുഴപ്പം, ഗോവിന്ദേട്ടൻ എന്റെ കൂടെ തന്നെ ഇല്ലേന്ന് ചോദിക്കണം. പെട്ടെന്ന് ഗീതുവിനോട് രേഖ പറഞ്ഞേ ഗോവിന്ദേട്ടൻ ഉണ്ടെന്ന് നീ വിശ്വസിച്ചോണ്ടിരിക്കണ്ട, ഗോവിന്ദേട്ടൻ നിന്നെ ചതിക്കൂന്ന് പറയണ. ഇത് കേട്ടത് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് ഗീതു രേഖനെ നോക്കുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.